പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ ഞാൻ കർത്താവിന്റെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് തന്നെ, യേശുവിന്റെ മരണവും പുനരുത്ഥാനവും ഒക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അറിവ് എന്ന് പറയുന്നത് ഇതാണ്: യേശു ക്രിസ്തുവിൽ വസിച്ച അതേ ദൈവം നിങ്ങളിലും എന്നിലും വസിക്കുന്നു. ആ ബോധ്യമാണ് നമുക്ക് നൽകപ്പെടുന്നത്. അതായത് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് പിന്നത്തതിൽ മനുഷ്യന്റെ ജീവിതത്തിൽ വീഴ്ച കൊണ്ട് ദൈവിക സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തിയതായ മനുഷ്യനെ നാം പിന്നത്തതിൽ കാണുന്നത് തകർന്നു പോകുന്ന ഒരു തലമുറയായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിനോട് ചേർന്ന് അവർ വീണ്ടും ജീവിക്കാനായിട്ട് ദൈവം അവർക്ക് ന്യായപ്രമാണം. എന്നാൽ ന്യായപ്രമാണത്താൽ ഒന്നും അവർക്ക് ജീവൻ പ്രാപിക്കാൻ കഴിയാതായപ്പോൾ കർത്താവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നത്. അപ്പൊ അവിടെ യേശുക്രിസ്തുവിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവ സാദൃശ്യം നഷ്ടപ്പെട്ടുപോയ ആദമിനും ഹവ്വയ്ക്കും പിന്നത്തതിൽ ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന തലമുറയ്ക്ക് ദൈവം നൽകുന്ന ഒരു ദൂതിതാണ്: ഇല്ല, നിങ്ങൾ തെറ്റിപ്പോയാലും സ്റ്റിൽ ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ഇപ്പോഴും എന്റെ ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇതാ: എന്റെ ജീവൻ, പിതാവായ ദൈവത്തിന്റെ ജീവൻ നിങ്ങളിൽ വസിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തില് രോഗം, മാനസികമായിട്ട് സംഘർഷങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചലഞ്ചുകൾ നിങ്ങളുടെ മുമ്പിൽ കണ്ടേക്കാം. പക്ഷേ ആ ചലഞ്ചുകളുടെ ഒക്കെ നടുവിൽ, ആ വെല്ലുവിളികളുടെ ഒക്കെ നടുവിൽ ഒരു മിറക്കിൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. ആ ജീവൻ നിങ്ങളുടെ അകത്തുള്ളിടത്തോളം, അതെ, ദൈവത്തിന്റെ ജീവൻ നിങ്ങളിൽ വസിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ജീവന് നിങ്ങളുടെ രോഗത്തെ തകർക്കാനുള്ള കഴിവുണ്ട്. ആ ദൈവത്തിന്റെ ജീവൻ, നിങ്ങൾ വസിക്കുന്ന ജീവന് ദാരിദ്ര്യത്തെ പൊളിച്ചു മാറ്റാനുള്ള അധികാരമുണ്ട്. ശാപത്തെ തകർക്കാനുള്ള അധികാരമുണ്ട്. മരണ ഇരുളിൻ താഴ്വരയിൽ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നല്ലോ. നിന്റെ വടിയും കോലുവിനെ ആശ്വസിപ്പിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സകല വഴികളിലും ദാവീദ് പറയുന്നത്, നീ എന്റെ കൂടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു അനർത്ഥവും ഭയപ്പെടാനില്ലെങ്കിൽ എന്നിൽ കർത്താവ് വസിക്കും. ഇല്ല, പിശാച് നുണ പറഞ്ഞ് നിങ്ങൾ തകർന്നു, നീ പാപിയാണ്, നീ കൊള്ളത്തില്ല, നിന്റെ ജീവിതത്തിൽ ഇനി ഒരു ഗതിയും ഉണ്ടാക്കത്തില്ലെന്ന് പിശാച് നുണ പറഞ്ഞ് നിങ്ങളെ അടിമപ്പെടുത്താനായിട്ട് നോക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കയറി വരേണ്ട ഒരു ചിന്തയും ഉറപ്പും എന്താണെന്നറിയാമോ? ഇല്ല, ഞാൻ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിൽ ഒരു അനുഗ്രഹമാണ്. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തെ വാഴാൻ തുടങ്ങണം, ഹൃദയത്തെ സ്വാധീനിക്കണം. ഞാൻ പറയട്ടെ, ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗം നിങ്ങളെ വാഴുന്നുണ്ടോ? നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്: ആ രോഗവും യേശു ക്രൂശിൽ പരാജയപ്പെടുത്തിയത്, ആ രോഗത്തിന്റെ വിലയും യേശു ക്രൂശിൽ കൊടുത്തത്. ഒരു കാരണവശാലും നിങ്ങളെ തകർക്കുവാൻ ആ രോഗത്തിന് അധികാരമില്ല, ആ ശാപത്തിന് അധികാരമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം, നിങ്ങൾ ചിലരുടെ പോയി പരാജയപ്പെട്ടതുപോലെ. ഞാൻ മുമ്പ് ജീവിച്ചിരുന്നത് ഞാൻ ഇങ്ങനൊന്നുമല്ല, ഞാൻ ജീവിതത്തിൽ വലിയ സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്, പക്ഷെ ഇപ്പോൾ എന്റെ സാഹചര്യം എല്ലാം മാറി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ തോന്നലാണ്, നിങ്ങളുടെ തിരിച്ചറിവാണ് തകർന്നുവെന്ന്. പക്ഷേ സ്വർഗത്തിലെ അപ്പന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി, നിങ്ങൾ തകർന്നു കിടക്കുന്നിടത്തുനിന്ന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കർത്താവിന്റെ ഒരു പദ്ധതി കർത്താവിനുണ്ട്. അതാണ് കർത്താവിന്റെ പദ്ധതി. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, യേശുവിന്റെ മരണവും പുനരുത്ഥാനവും നിങ്ങളിൽ ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്: ഗോഡ് ഈസ് ഇൻ യു. ദൈവം നിങ്ങളില്ല, ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. ഒരു കാരണവശാലും ഒരു ശക്തിക്കും നിങ്ങളുടെ ആ തിരിച്ചറിവിൽ നിന്ന് നിങ്ങളെ തകർത്ത് കളയുന്നത് അസാധ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞ് ഉറപ്പിക്കേണ്ട ഒരു കാര്യം. യെസ്, ഗോഡ് ഈസ് ഇൻ മീ, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. കർത്താവ് എന്റെ അകത്ത് വസിക്കും. ഒരു ശാപവും, ഒരു രോഗവും, ഒരു ദാരിദ്ര്യവും എന്നെ ജയിക്കത്തില്ല. ആ ഉറപ്പാണ് നമ്മളെ വാഴുന്നത്. പ്രിയപ്പെട്ട, നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ
ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം, മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ നടത്തുമ്പോൾ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കണം, അവൻ അനേകരുടെ പാപത്തിൽ നിന്ന് അനേകരെ മോചിക്കാണ്ടിരിക്കുന്നവനെ യേശു എന്ന് പേർ വിളിക്കണം. ഇതെല്ലാം അവിടെ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം മറിയയുടെ ചോദ്യം ഇതാണ്, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, അത് അപ്പോഴെങ്ങനെയാണ് ഇത് സാധ്യമാകുക? ചോദ്യത്തിന് മറുപടിയായിട്ട് ദൂതൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ അവസ്ഥ മാറും, നിന്റെ സാഹചര്യം മാറും. അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അവിടെ ആ യോസഫിനെ സംബന്ധിച്ചിടത്തോളം മറിയ ഗർഭിണിയായെന്നറിഞ്ഞ യോസഫ് മറിയെ ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ട് പദ്ധതിയിട്ടപ്പോ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് യോസഫിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം യേശുവിന്റെ ജനനം ശേഷം പലതരത്തിലുള്ള അപവാദങ്ങൾ നമുക്ക് തുടർന്ന് കാണാനായിട്ട് കഴിയും. യേശുവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ യേശുവിനെ പല വിധത്തിൽ ആക്ഷേപിക്കുന്ന നിലയിലുള്ള പ്രചരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പല ചോദ്യങ്ങൾ നിൽക്കുന്ന ഒരു കാലം. ചരിത്രകാരന്മാർ പറയുന്നത് യേശുവിന്റെ യവന്റെ പ്രായത്തിൽ യേശുവിന്റെ പിതാവ് മരിച്ചുപോയി. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശു യോർദാനിൽ അനേകരെ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന യോഹന്നാന്റെ അടുക്കൽ യേശു എത്തി. സഖരിയാവിനും എലിസബത്തിനും ജനിച്ചവനായ യോഹന്നാൻ ദൈവിക വാഗ്ദത്ത പ്രകാരം ജനിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ. അങ്ങനെ ജനിച്ച യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വചനം പ്രസംഗിച്ചപ്പോൾ അനേകർ വന്നു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. അവിടെ യേശുവും ഇറങ്ങി സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെട്ട് യോർദാനിൽ നിന്ന് കയറിയപ്പോ സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ യേശുവിന്റെ മേൽ വന്ന് വസിച്ചു എന്നാണ് നാം കാണുന്നത്. അങ്ങനെ ആ ആത്മാവിനാൽ പുത്രത്വം വെളിപ്പെടുത്തപ്പെടുക. അതായത് അവിടെ യേശുവിന്റെ ജീവിതത്തിലുള്ള പല ചോദ്യങ്ങളുടെ മറുപടി സ്വർഗം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. അങ്ങനെ യേശു ആത്മാവിനാൽ നിറഞ്ഞവനായി, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവൻ ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. യേശു ആത്മാവിലാൽ നിറഞ്ഞ് മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടവനായി യേശുവിനെ 40 ദിവസം പിശാച് പരീക്ഷിച്ചുകൊണ്ട്. എന്നാൽ യേശുവിന്റെ അടുക്കൽ പിശാച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം അടുത്തു വന്ന് നിൽക്കുക. യേശുവിന് വിശന്നു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പിശാച് വന്നിട്ട് യേശുക്രിസ്തുവിന്റെ ആ പ്രസന്റ് സിറ്റുവേഷനെ മനസ്സിലാക്കിയിട്ട് പിശാച് യേശുവിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ യേശു മറുപടി പറയുന്നത് ഇതാണ്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൂടി ജീവിക്കും. അപ്പൊ പിശാചിന്റെ ചോദ്യം ഇതാണ്, ദൈവപുത്രനെങ്കിൽ നീ കല്ലിനെ അപ്പമാക്കി തീർക്കാം. അപ്പൊ യേശുവിന്റെ മറുപടി അതല്ല, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൂടി ജീവിക്കും. അപ്പൊ ഇവിടെ ദൈവപുത്രൻ എന്ന ആ ടൈറ്റിലിനെ ചോദ്യം ചെയ്യാനായിട്ട് വരുമ്പോൾ ദൈവപുത്രൻ എന്ന് പറയുന്ന കാര്യത്തിൽ ചോദ്യം ചെയ്യാം. അപ്പൊ അവിടെ യേശുവിന്റെ മറുപടി അതല്ല, നീ ദൈവപുത്രനെ കുറിച്ച് ചോദിക്കാൻ വന്നിരിക്കാം. ദൈവപുത്രൻ അപ്പം തിന്നുമ്പോൾ ദൈവപുത്രൻ കല്ലിനെ അപ്പമാക്കി തീർക്കുമ്പോൾ സാധാരണക്കാരനായിട്ടല്ല നിൽക്കുന്നത്. എന്നാൽ മനുഷ്യപുത്രനെ അസാധാരണക്കാരനാക്കുന്ന ഒന്നുണ്ട്, അവൻ ദൈവവചനം ഭക്ഷിക്കാൻ തുടങ്ങും. ദൈവപുത്രൻ അപ്പം തിന്നുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, സൂപ്പർ നാച്ചുറൽ നിന്ന് നാച്ചുറൽ ആയില്ലേ, വിശക്കുന്നു എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയില്ലേ. അവിടെ യേശുവിന്റെ മറുപടി തിരിച്ചതാണ്, നീ സൂപ്പർ നാച്ചുറൽ ആയവന്റെ നാച്ചുറൽ ലെവലിൽ കാണുകയാണോ? അസാധാരണമായി നിൽക്കുന്ന ദൈവപുത്രൻ എന്ന പദവി നിൽക്കുന്നതിന് മനുഷ്യപുത്രനോട് നീ തുലനം ചെയ്താണ് ചിന്തിക്കുന്നത്. മനുഷ്യപുത്രനല്ലേ അപ്പത്തിന്റെ ആവശ്യം, ദൈവപുത്രൻ അപ്പത്തിന്റെ ആവശ്യം എന്താ? എന്നാൽ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു പറയുന്ന ഒരു കാര്യം, മനുഷ്യപുത്രൻ, അതായത് ദൈവപുത്രനെ നീ മനുഷ്യനോട് തുലനം ചെയ്ത് പറയുമ്പോൾ എനിക്ക് നിന്നോടൊരു മറുപടി പറയാനുണ്ട്. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുന്ന
ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഒരുവൻ ദൈവവചനത്താൽ ജീവിക്കാൻ തുടങ്ങും. ദൈവപുത്രന്മാരെ, ദൈവത്തിന്റെ പുത്രന്മാരെന്നുള്ളവരെ ലോകത്തിന്റെ അപ്പത്തെ കാണിച്ച് നീ പരീക്ഷിക്കാൻ നോക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനുഷ്യപുത്രന്മാരെ ദൈവവചനത്താൽ ദൈവപുത്രന്മാരാക്കാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. യേശുവിന്റെ ദൂതതായിരുന്നു, യേശുവിന്റെ മെസ്സേജ് അതായിരുന്നു. പ്രൈസ് ഗാഡ്. ഞാനത് വീണ്ടും ഒന്നുകൂടെ പറയുക. നീ പറയുന്നത് ദൈവപുത്രനെ മനുഷ്യപുത്രന്റെ ലെവലിലേക്ക് താഴ്ത്താനായിട്ട് നീ സംസാരിക്കും. ഈ കല്ലിനെ അപ്പമാക്കി തീർക്കും. ഈ വിശപ്പിനെ നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല. ഈ വിശപ്പിനെ ജയിക്കണമെങ്കിൽ നീ ഈ കല്ലിനെ അപ്പമാക്കണം. കാരണം നീ ദൈവപുത്രന്റെ സ്ഥാനത്തുനിന്ന് മനുഷ്യപുത്രന്റെ സ്ഥാനത്തേക്ക് നീ ഇറങ്ങി വരണം. അപ്പൊ അവിടെ ആ ബലഹീനതയെ മുതലെടുക്കുമ്പോൾ കർത്താവിന്റെ മറുപടി, നീ ദൈവപുത്രനെ മനുഷ്യപുത്രന്റെ ഭക്ഷണത്തോട് നീ തുലനം ചെയ്ത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതല്ല. മനുഷ്യപുത്രന്മാരെ ദൈവത്തിന്റെ പുത്രന്മാരാക്കി തീർക്കുന്ന തലത്തിൽ ഹല്ലേലൂയ ദൈവവചനത്തെ കുറിച്ച്, ആ ദൈവവചനത്തിന്റെ വെളിപ്പാട്, ദൈവവചനത്തിന്റെ വ്യത്യസ്തമായ തലം, ദൈവവചനത്തിന്റെ ആ ഒഴുക്കിനെ പറഞ്ഞു പഠിപ്പിക്കുക, അതിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രസക്തി ഈ നാളുകളിൽ, പുതിയ മാസങ്ങൾ ആരംഭിക്കുമ്പോൾ, പുതിയ വർഷം ആരംഭിക്കുമ്പോൾ, പുതിയ നാളുകൾ ആരംഭിക്കും, നമ്മൾ പുതിയ ചില തീരുമാനത്തോടു കൂടി ആരംഭിക്കും. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ അകത്തൊരു തീരുമാനം ഉണ്ടാകട്ടെ. ഞാൻ മനുഷ്യപുത്രനാണ്, പക്ഷെ ദൈവപുത്രന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവവചനം, അതെ ഹല്ലേലൂയ, മനുഷ്യപുത്രനെ ദൈവപുത്രനാക്കി തീർക്കുന്ന വചനം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിവുള്ളതാണ് ദൈവവചനം. പ്രൈസ് ഗാഡ്. ആ വചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു, ആ വചനത്തെ നിങ്ങൾ അതിന്റെ പ്രാധാന്യത്തോടെ കാണുന്നു, നമ്മുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ഹല്ലേലൂയ. യേശുക്രിസ്തു, ഈ ഭൂമിയിലേക്ക് വന്നവനായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം, യേശു പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ ജീവന്റെ അപ്പമാകും. അതിന്റെ 41-ാം വാക്യം മുതൽ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ മുതൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിന്. അപ്പൊ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. അപ്പൊ യേശുക്രിസ്തു പറയുന്ന 48-ാം വാക്യം, ഞാൻ ജീവന്റെ അപ്പമാവും. ജീവന്റെ അപ്പമാവും. യേശു പറഞ്ഞ അടുത്ത കാര്യം 51-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പൊ അവിടെ യേശുക്രിസ്തു പറയുന്നത്, ഇവിടെ കല്ല് അപ്പമാക്കി തീർത്ത് വിശപ്പടക്കാനായിട്ട് നീ എന്നോട് പറയും. അനേകരുടെ വിശപ്പ് മാറ്റുന്ന ജീവന്റെ അപ്പമായ, ജീവന്റെ അപ്പമാണ്. ഈ അപ്പം മനുഷ്യന് ശരീരത്തിൽ ഉന്മേഷം തരും. ആമേൻ. ഞാൻ കൊടുക്കുന്ന അപ്പം ജീവൻ നൽകാൻ കഴിവുള്ളത്. അതായത് ജീവൻ ഉള്ളവയ്ക്കാണ് അപ്പം കൊണ്ട് ആവശ്യം, ജീവൻ ഇല്ലാത്തവയ്ക്ക് അപ്പം കൊണ്ട് ആവശ്യമില്ല. ജീവനുള്ളവരാണല്ലോ അപ്പം ഭക്ഷിക്കുന്നത്. എന്നാൽ ജീവനുള്ളവയ്ക്ക് ഈ അപ്പം, മാംസപ്രകാരമുള്ള അപ്പം, ഭൗതികമായ അപ്പം ആവശ്യമായി വരുമ്പോൾ, ജീവനില്ലാത്തവയെ ജീവിപ്പിക്കുന്ന അപ്പത്തിന്റെ അല്ലെങ്കിൽ ശക്തിയെ വെളിപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. അവൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ, അതായത് ജീവന്റെ അപ്പം, അവനകത്ത് ജീവൻ. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. മരിച്ചവനെ ഉയർപ്പിക്കുന്ന വചനം, മരിച്ചവനെ ഉയർപ്പിക്കുന്ന വചനം. ഹല്ലേലൂയ. അതായത് യേശുക്രിസ്തു തന്നെ പരിചയപ്പെടുത്തുന്ന ജീവന്റെ അപ്പം, ലിവിങ് ബ്രെഡ്. ആ ജീവന്റെ അപ്പമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, അനേകർക്ക് ജീവൻ കൊടുക്കാനായിട്ട് വന്നവൻ, അനേകർക്ക് ജീവൻ കൊടുക്കാനായിട്ട്. യേശുവിന്റെ ശുശ്രൂഷയെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അതില് നമുക്ക് അതിന്റെ 53-ാം വാക്യം, യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളിൽ ജീവനില്ല. അപ്പൊ അവിടെ 56-ാം വാക്യം കൂടെ ഞാൻ വായിക്കാം. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും
ഞാൻ അവനിലും വസിക്കുന്നു. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ അപ്പം ഭക്ഷിക്കുകയും മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു. അപ്പൊ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. അതായത് ഈ അപ്പം തിന്നുക അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ലിറ്ററൽ മീനിങ് ആയിട്ടാണ്, അത് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ മാംസവും രക്തവുമായിട്ടാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അതിനെ മാംസമായിട്ടോ രക്തമായിട്ടോ അല്ല നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു. അപ്പൊ കർത്താവ് വസിക്കുന്നു ആരിലാണ്? യേശുവിന്റെ മാംസം ഭക്ഷിക്കുകയും യേശുവിന്റെ രക്തം പാനം ചെയ്യുന്നതിനുള്ളിൽ. നമ്മളത് വായിക്കുന്ന പോലെ, എഴുതപ്പെട്ടതുപോലെ എന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാണ്ട് ശ്രമിക്കും. അവിടെ നമ്മൾ പരാജയപ്പെട്ടു, അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഇവിടെ പറയുന്നത് ഈ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. 56-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6:56. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പൊ എന്താണ് ഈ പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ട് വരുന്ന ബെനഫിറ്റ്? ഞാൻ അവരിൽ വസിക്കും, അവൻ എന്നിൽ വസിക്കും. നമുക്ക് അത് അവിടെ അങ്ങനെ കാണുമ്പോൾ യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. 4-ാം അധ്യായം 1 യോഹന്നാന്റെ ലേഖനം 4:15. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പൊ അവിടെ മാംസം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്നൊക്കെ കേൾക്കുമ്പോൾ ലിറ്ററൽ ആയിട്ട് മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ നാം വായിച്ചതായി 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പറയുന്നത്, യേശു ദൈവപുത്രനെ സ്വീകരിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. അപ്പൊ ദൈവം വസിക്കുന്നത് ആരിലാണ്? യേശുവിനെ ദൈവപുത്രനെ സ്വീകരിക്കുന്നവനിൽ. അപ്പൊ ഈ അപ്പം ഭക്ഷിക്കുക പാനം ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം ഭാഷാപ്രയോഗത്തിൽ കാണുന്ന പോലെ ഭക്ഷിക്കുക പാനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. അതിന് പകരമായി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ ഹല്ലേലൂയ, അവനെ സ്വീകരിക്കുക, യേശുവിനെ ദൈവപുത്രൻ വിശ്വസിക്കുന്നവനിലാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കാണുന്നത് അവന്റെ മാംസം ഭക്ഷിക്കാൻ രക്തം കുടിക്കുകയും ചെയ്യുന്നവരിൽ അവൻ വസിക്കുന്നു. ആരിലാണ് ദൈവം വസിക്കുന്നത്? 1 യോഹന്നാന്റെ ലേഖനം 5:14-15 ഇങ്ങനെ പറയുന്നു, 4:15 ഇങ്ങനെ പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവം വസിക്കും. അപ്പൊ നമ്മള് ഈ പാനം ചെയ്യുക ഭക്ഷിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ആ എഴുത്തു പ്രകാരമുള്ള അർത്ഥം മനസ്സിലാക്കാതെ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവനെ സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈ മാംസം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക, മാംസം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക, തുടർച്ചയായിട്ട് ഈ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അത് അത്ര ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഭാഷാ പ്രയോഗമായിട്ട് തോന്നും. എന്നാൽ അതിന്റെ അവസാനം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അതിന്റെ 63-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന മാംസം ഭക്ഷിക്കണം, പക്ഷെ ഇവിടെ പറയുക മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകും. അപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ മറുപടി, ആ മരുഭൂമിയിൽ പിശാച് യേശുവിനെ പരീക്ഷിച്ചപ്പോ അപ്പം ദൈവപുത്രൻ ആഹാരം എന്ന നിലയിൽ അവിടെ പരിചയപ്പെടുത്തുമ്പോൾ യേശു പറയുക മനുഷ്യപുത്രന്റെ ആഹാരം ദൈവവചനമാണ്. ഇവിടെ പറയുന്നത് ജീവൻ എന്താണെന്നറിയാമോ? കഴിക്കുന്ന അപ്പമല്ല. അതുകൊണ്ടാണ് ഈ 6-ാമത്തേതിൽ യേശു പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ അപ്പം തിന്നിട്ടും മരിച്ചു, മന്ന തിന്നിട്ടും മരിച്ചു. അവർ മന്ന കഴിച്ചു, പക്ഷെ മരിച്ചു. പക്ഷെ മന്ന കഴിച്ചിട്ടും അവർ മരിച്ചു പോയിരിക്കെ ഞാനോ അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി നിത്യജീവൻ ഉണ്ടാകാനായിട്ടാണ് വന്നത്. അപ്പൊ യേശുവിനെ സ്വീകരിക്കുക എന്നതാണ് മാംസം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക എന്നൊക്കെ ഉള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അപ്പൊ യേശുവിനെ സ്വീകരിക്കുന്നവനിൽ ജീവനുണ്ട്, അവനിൽ ദൈവം വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അത് ആരംഭത്തിൽ പറഞ്ഞ വാചകത്തെ ഞാൻ ഒന്നുകൂടെ പറയുക. മനുഷ്യപുത്രൻ, പിശാചിന്റെ ചോദ്യം ഇങ്ങനായിരുന്നു, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനെ അപ്പമാക്കും. അപ്പൊ ദൈവപുത്രനായിട്ടും വിശന്നില്ലേ? അങ്ങനാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇമോഷന് നാച്ചുറൽ റെമഡി. അവിടെ സാധാരണക്കാരനായ മനുഷ്യന്റെ ആയ മറുപടി. സാധാരണ മനുഷ്യൻ വിശക്കുമ്പോ ഭക്ഷണം അപ്പോ അല്ല കഴിക്കുന്നത്. അത് നീ സാധാരണക്കാരനായ നിലയിൽ മറുപടി കണ്ടേ. പക്ഷെ യേശുവിന്റെ മറുപടി അങ്ങനല്ല. സാധാരണക്കാരനായവനെ അസാധാരണമായ നിലയിലേക്ക് ആക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അതായത് ദൈവപുത്രനെ മനുഷ്യപുത്രനാക്കി തീർക്കാനായിട്ട് പിശാച് നോക്കുമ്പോ ഇവിടെ യേശു പറയുക, ഞാൻ വന്നത് മനുഷ്യപുത്രനെ ദൈവപുത്രന്റെ ലെവലിലേക്ക് വളർത്താനായിട്ടാണ്. അതിനൊരു മാർഗമുണ്ട്, ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുക. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, മാനുഷികമായിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങളൊരു പരാജയമായിരിക്കും. മാനുഷികമായിട്ട് നോക്കിയാൽ നിങ്ങൾ രോഗിയായിരിക്കാം. മാനുഷികമായിട്ട് നോക്കിയാൽ നിങ്ങൾ ദാരിദ്ര്യത്തിലായിരിക്കും. മാനുഷികമായിട്ട് നോക്കിയാൽ നീ അനേകരാൽ ചോദ്യം ചെയ്യപ്പെടുന്നവരായിരിക്കാം. മാനുഷികമായിട്ട് നോക്കിയാൽ നിങ്ങൾ തോറ്റവരായിരിക്കാം. മാനുഷികമായിട്ട് നോക്കിയാൽ നിങ്ങൾ ഇമോഷണലി വൈകാരികമായിട്ട് ഏറ്റക്കുറച്ചിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ ദൈവവചനത്താൽ ദൈവപുത്രന്റെ തലത്തിലേക്ക് ഉയരുമ്പോൾ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട, ഹല്ലേലൂയ, അവിടെ പിശാചിന് നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ കഴിയാത്തവണ റലത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ദൈവപുത്രന്റെ തലത്തിലേക്ക് ഉയരപ്പെടുക, ദൈവവചനത്താൽ ജീവിക്കാൻ തുടങ്ങും. അതായത് ഹല്ലേലൂയ, മനുഷ്യപുത്രന് സാധാരണക്കാരനായ മനുഷ്യന്, പ്രകൃതിദത്തമായ മനുഷ്യന്, സാധാരണക്കാരനായ മറുപടിയാണ്. സാധാരണക്കാരനായ മനുഷ്യന് വിശപ്പൊന്നുമല്ല, ഭക്ഷിക്കും. എന്നാൽ ദൈവപുത്രന് അവന്റെ വിഷയങ്ങളുടെ എല്ലാം മറുപടി ദൈവവചനത്തിലാണ്. അവന്റെ ആരോഗ്യം ദൈവവചനത്തിലാണ്. അവന്റെ സമൃദ്ധി ദൈവവചനത്തിലാണ്. അവന്റെ സ്വസ്ഥത ദൈവവചനത്തിലാണ്. അവന്റെ സന്തോഷം ദൈവവചനത്തിലാണ്. അവന്റെ ബലം ദൈവവചനത്തിലാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ദൈവവചനത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. വചനത്തെ വിശ്വസിക്കുക, വചനത്തെ സ്നേഹിക്കുക, വചനത്തെ സ്വീകരിക്കുക. വചനത്തിന്റെ വില ആ നിലവാരത്തിൽ തന്നെ കാണുക. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും വചനത്തിന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ദൈവവചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട്. ദൈവവചനത്തിന് നിങ്ങളുടെ ശാപത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കാനുള്ള ശക്തിയുണ്ട്. ദൈവവചനത്തിന് നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റി നിങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പവറുണ്ട്. ദൈവവചനത്തിന് നിങ്ങളെ ഭയത്തിൽ നിന്ന് മാറ്റി ധൈര്യത്തെ പുനഃസ്ഥാപിക്കാൻ ദൈവവചനത്തിന് പവറുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു സാധാരണ മനുഷ്യന്റെ നിലയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വിഷയം വിശപ്പ്, അതിന് നാച്ചുറൽ റെമഡി, പരിഹാരം കണ്ടെത്തും. പക്ഷെ അവിടെ കർത്താവ് പറയുന്നത് നാച്ചുറലായ മനുഷ്യന് സൂപ്പർ നാച്ചുറൽ ഫുഡ് ദൈവവചനം. ഇപ്പൊ നാച്ചുറൽ മനുഷ്യന്, സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ദൈവപുത്രനെ നാച്ചുറൽ ഫുഡ് കൊണ്ട് വിശപ്പടക്കാൻ പറയുമ്പോൾ കർത്താവ് പറയുക, നാച്ചുറൽ ആയിരിക്കുന്ന മനുഷ്യപുത്രനെ സൂപ്പർ നാച്ചുറൽ ഫുഡ് കൊണ്ട് സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് ഉയർത്തുന്ന ദൈവത്തിന്റെ വചനം. അതേ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. നമ്മുടെ ദൈവവചനം, അതായത് നമ്മള് ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ് നമ്മൾ. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ആടിന് മാംസം ഭക്ഷിക്കാൻ കൊടുത്താൽ അതിന് കഴിക്കാൻ സാധ്യമല്ല. കാരണം അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതനുസരിച്ച് മാംസം ഭക്ഷിക്കാൻ ഒരു ആടിന് പറ്റും. എന്നാൽ ഒരു സിംഹത്തിന്റെ മുൻപിൽ മാംസം കൊടുത്താൽ അത് ഭക്ഷിക്കും, പെട്ടെന്ന് ഭക്ഷിക്കും. അപ്പൊ അതത് ജീവികൾക്ക് അതത് ഭക്ഷണക്രമം. ആത്മാവിൽ ജനിച്ചവനാണ് ഈ ജീവന്റെ വചനം. അവൻ ജഡപ്രകാരമുള്ള കാര്യങ്ങളെ കണ്ടിട്ട് പതറി തളർന്ന് നിരാശപ്പെടത്തില്ല. പകരമായിട്ട് അകത്തവൻ ബലത്തോടെ പറയും, എന്നെ ശക്തനാക്കുന്നവനും മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. യേശുവിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തോട് അടുക്കത്തില്ല. യെസ്, അതെ, ദൈവവചനം ഇങ്ങനെ പറയും, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാവുകയില്ല. നിന്റെ ആയുസ്സിനെ പൂർത്തിയാക്കും. അത് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ദൈവപുത്രൻ അപ്പം കൊണ്ട് വിശപ്പടക്കാനായിട്ടുള്ള രഹസ്യം പിശാച് പറഞ്ഞു കൊടുത്ത് യേശുവിനടുക്ക് നിൽക്കുമ്പോൾ യേശു വലിയ മർമ്മം പറയുക, മനുഷ്യപുത്രൻ ദൈവവചനത്താൽ ദൈവപുത്രന്റെ തലത്തിലേക്ക് ഉയർത്തുന്ന, അതാണ് എന്റെ വരവിന്റെ ഉദ്ദേശം. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ട ദൈവവചനത്തെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നാച്ചുറൽ സൊല്യൂഷൻ അല്ല, സൂപ്പർ നാച്ചുറൽ സൊല്യൂഷൻ, ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനം. അതെ, നിങ്ങളെ സൗഖ്യമാക്കാൻ വചനത്തിന് ശക്തിയുണ്ട്, നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ അവരിലെ ജീവനും സൗഖ്യവും ശക്തിയും ദൈവകൃപ വെളിപ്പെടട്ടെ. അനുഗ്രഹമായിട്ട് അവർ മാറട്ടെ. കർത്താവ്, അവർ ഏതൊക്കെ മേഖലകളിൽ പരാജയമായി തകർച്ചയായി തോന്നിയിരിക്കുന്നു അവിടെ മുഴുവൻ ജയം കൊടുക്കുവാൻ ശക്തനായ ദൈവവചനത്തിന് ശക്തി വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് രോഗികളായിട്ട് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സകല രോഗങ്ങളെയും ക്രൂശിൽ വഹിച്ചവനായ യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളും, അത് പാരമ്പര്യമായിട്ടുള്ളതായിക്കോട്ടെ, വർഷങ്ങളായി അവരെ പിന്തുടർന്ന രോഗമായിക്കോട്ടെ, സാഹചര്യങ്ങൾ കൊണ്ട് വന്ന രോഗമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ പരിപൂർണമായ സൗഖ്യമായ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ ജീവൻ, വചനത്തിന്റെ ജീവൻ അവർ വെളിപ്പെടട്ടെ. അവർ അസാധാരണമായ തലത്തിലേക്ക് അവർ ഉയർത്തപ്പെടട്ടെ. കർത്താവ്, അവരെ കുടുംബങ്ങളായി വ്യക്തികളായി ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കർത്താവ്, അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവിക പ്രവൃത്തി കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാൽ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയത് വളരെ സന്തോഷം. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ചെയ്യും. മറ്റുള്ളവർക്കും അതിന് അനുഗ്രഹം എത്തിയിട്ട് ഞാനത് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഈ വചനം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുക. അത് കർത്താവിന്റെ വാഗ്ദത്തം, അത് നിങ്ങളിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. നിങ്ങളതൊന്ന് വിശ്വസിക്കാം. നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ ദൈവവചനത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദൈവിക പ്രവൃത്തികളെ കേൾക്കാൻ ഞങ്ങളും ആഗ്രഹത്തോടായിരിക്കുന്നു. ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത അവസ്ഥ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ആമേൻ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളായി തീരുകയാണ്. കർത്താവിന്റെ അസാധാരണമായ അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും കർത്താവിന്റെ ആമേൻ വലിയ ശുശ്രൂഷയിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകുന്ന നിമിത്തമുള്ള എല്ലാ നന്മകളും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന് നിങ്ങളെ മാനിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.